ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മാക്സി അല്ലെങ്കിൽ നൈറ്റി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചുരിദാറിൻ്റെ ടോപ്പ് മോഡലാക്കാം അല്ലെങ്കിൽ ഒരു കുർത്തി മോഡലാക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നൈറ്റി എടുത്തു കഴിഞ്ഞ് ഒന്ന് രണ്ട് യൂസ് കഴിയുമ്പോൾ അത് ചുരുങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അത് ഇറക്കം കുറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ അത് കട്ട് ചെയ്ത് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വെയറിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല ഡിസൈനർ നെക്കുള്ള നൈറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നൈറ്റിയാണെന്നേ തോന്നില്ല. നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത് ബിഗിനേഴ്സിന് നമ്മൾ ചുരിദാറൊക്കെ തയ്ച്ച് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം ഇങ്ങനെ ചെയ്ത് കട്ട് ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ബിഗിനേഴ്സിന് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നൈറ്റി ഉള്ളിലേക്ക് മറിച്ചിടാം, അതായത് ചീത്തവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മറിച്ചിടാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഉപയോഗിച്ച് മാക്സി ആയതുകൊണ്ട് അത് ചിലപ്പോൾ ചുരുങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ഭാഗം മടങ്ങുന്ന വിധത്തിൽ കറക്റ്റ് രണ്ട് സൈഡിലും മടക്കി, അതായത് താഴെ വരെ ഫുള്ളായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കുമ്പോൾ ഇതുപോലെ നെക്കും ഈ കൈക്കുഴിയുടെ ഭാഗവും ഷോൾഡറൊക്കെ രണ്ട് ഭാഗം ഒരുമിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിൽ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. അപ്പോൾ ഷോൾഡർ തൊട്ട് താഴത്തേക്ക് നമുക്ക് ചെസ്റ്റ് ലൈൻ അടയാളപ്പെടുത്താം. ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. ചെസ്റ്റ് ലൈൻ ഷോൾഡർ തൊട്ട് താഴെ വരെ. അപ്പോൾ ഇതിൽ ഓൾറെഡി കൈക്കുഴിയും ഇതൊക്കെ നെക്കൊക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗം നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് ആ ഒരു ലൈനിൽ അടയാളപ്പെടുത്താം. ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ 10.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് ചെസ്റ്റ് മെഷർമെൻറ്റ് 4 ഭാഗം 10.5 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം വീസ്റ്റ് ലൈൻ അടയാളപ്പെടുത്താം. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് 8 ഇഞ്ച് എടുക്കാം. ആ ഒരു ലൈനിൽ നമുക്ക് വീസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് മെഷർമെൻറ്റ് 4 ഭാഗം ഞാനിവിടെ 9.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്താം. അപ്പോൾ ഹിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഹിപ്പ് ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സ്ലിറ്റ് വരേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഷോൾഡർ തൊട്ടിട്ട് താഴെ വരെ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഷോൾഡർ തൊട്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഹിപ്പ് ലൈൻ, അതായത് സ്ലിറ്റ് വരേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്താണ് നമ്മളുടെ ഹിപ്പ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ലൈൻ തൊട്ട് താഴത്തേക്ക് ഞാനൊരു 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ആ ഒരു ഭാഗത്ത് നമുക്ക് ഹിപ്പ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ഞാനിവിടെ 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആ പോയിൻറ്റ്സൊക്കെ യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. കാരണം ഷോൾഡറും കൈക്കുഴിയൊക്കെ ഓൾറെഡി അതിൽ സ്റ്റിച്ച് ചെയ്തുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അടയാളപ്പെടുത്താനായിട്ട് പറ്റും. നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റുകളൊക്കെ യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ എക്സ്ട്രാ എടുത്തിട്ട് വരച്ച് കൊടുക്കാം. എക്സ്ട്രാ 1 ഇഞ്ച് എടുത്തിട്ട് സാധാരണ കുർത്തിക്കൊക്കെ ചെയ്യണ പോലെ തന്നെ എക്സ്ട്രാ 1 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടോട്ടൽ ഇറക്കം എത്രയാണ് വേണ്ടത്, നമ്മുടെ കുർത്തിയുടെ ടോട്ടൽ ഇറക്കം എത്രയാണ് വേണ്ടത് വെച്ചാൽ ഷോൾഡർ തൊട്ടിട്ട് താഴെ വരെ അടയാളപ്പെടുത്താം. ഞാനിവിടെ 47 ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം എടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനും കൂടി എടുക്കുക. എന്നിട്ട് താഴെ ലൈൻ വരച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വരെ. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഹിപ്പ് മെഷർമെൻറ്റ് എക്സ്ട്രാ എടുത്ത ആ ഭാഗത്ത് ആ പോയിൻ്റ് തൊട്ടിട്ട് താഴെ നമുക്ക് ആവശ്യമുള്ള വരെ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ബോഡി മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. സ്ലീവ് ഇതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ ഭാഗം, താഴത്തെ വണ്ണം ഞാനിവിടെ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ സ്ലീവ് നമുക്ക് ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ടി വരില്ല, കാരണം സ്ലീവ് ഓൾറെഡി അതിൽ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ലീവ് ജസ്റ്റ് നമ്മളുടെ കൈവണ്ണം എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സ്ലിറ്റ് ഇടുന്ന ഭാഗത്തൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, കാരണം ഇതിൽ ഓൾറെഡി നെക്കും സ്ലീവും തയ്ച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 2 ഭാഗം ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്ലിറ്റ് മടക്കി അടിച്ചാൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. നമുക്ക് കൈൻ്റെ അവിടുന്ന് ഇതുപോലെ കൈൻ്റെ താഴെ ഭാഗത്തു നിന്ന് നമ്മളുടെ ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് വരെ, അതായത് സ്ലിറ്റ് തുടങ്ങുന്ന അതുവരെ തയ്ച്ചു കൊടുക്കുക. 2 ഭാഗം ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റു സൈഡും തയ്ക്കാം. തയ്ച്ചതിന് ശേഷം നമുക്കിനി സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാം. കുർത്തിയുടെ താഴെ ഭാഗത്തുനിന്ന് സ്ലിറ്റ് മടക്കി ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ സ്ലിറ്റ് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, സ്ലിറ്റ് തയ്ക്കേണ്ട വിധം. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കാം. ടേൺ ചെയ്തിട്ട് അടുത്ത പാനലിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റേ സൈഡ് സ്ലിറ്റ് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കുർത്തി അല്ലെങ്കിൽ ടോപ്പ് പെട്ടെന്ന് തന്നെ തയ്ച്ചു. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് ചുരിദാർ തയ്ച്ച് തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യം ഇതുപോലെ പഴയ നൈറ്റിയൊക്കെ എടുത്ത് തയ്ച്ച് നോക്കിയിട്ട് തുണിയെടുത്ത് വെട്ടി നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി ഷേപ്പൊക്കെ ചെയ്തിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും.